ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ചെറു നാരങ്ങയല്ല, വലിയ നാരങ്ങയാണ് എടുത്തേക്കണ. മാതള നാരങ്ങ, അതേ കമ്പിളി നാരങ്ങ, അങ്ങനെ എന്താണ് പറയണത് കേട്ടോ. വലിയ നാരങ്ങ, അച്ചാർ നാരങ്ങ. അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്കിട്ട് 2 വിസിൽ. അതിനുശേഷം ആവിയൊക്കെ തുറന്ന് ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഇത് നടുകെ മുറിച്ചിട്ട് ചെറിയ ചെറിയ അല്ലികൾ, നമ്മളിങ്ങനെ അല്ലികളായിട്ട് ഓറഞ്ചിൻ്റെ അല്ലികളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതിനുള്ള കുരു നീക്കുകയാണ് കേട്ടോ. കാരണം ഈ കുരുക്കളും കൂടെ ഇട്ട് നമ്മൾ അച്ചാറിടുള്ള ഭയങ്കര കയ്പ്പായിരിക്കും, വായി തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. പിന്നെ വലിയ നാരങ്ങ ഇടുമ്പം ചില ആൾക്കാർ ഈ തൊലിയൊക്കെ ചെത്തിയിട്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്യാം. അത് കുഴപ്പമില്ല, നമ്മൾ തൊലി കഴിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം തൊലി ചെത്തി കഴിഞ്ഞാൽ ഇത് അച്ചാറാക്കി വരുമ്പോഴത്തേനും മൊത്തം ഒലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തൊലി ചെത്താതിരിക്കുന്നത്. പിന്നെ തീരെ പച്ച നാരങ്ങ, പച്ച മാറാത്ത നാരങ്ങയൊക്കെ ആണെങ്കിൽ തൊലി ചെത്തിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അത് ചിലപ്പോൾ അത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, 2-3 പീസ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത്, പിന്നെന്താ കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുഞ്ഞതായിട്ട് ഇങ്ങനെ ഒന്ന് കുടുക്കി ഒന്ന് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുവാണേ. അതേ പിന്നീട് കുറച്ച് സമയം അതങ്ങനെ ഇരുന്നോട്ടെ. അന്നേരം കൊണ്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, അതിപ്പോഴല്ല കേട്ടോ. വെളുത്തുള്ളിയുടെ ഒരു പച്ച ഒരു സംഭവം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് പിന്നീടാണ് ചേർക്കണം. അതിലേക്ക് ഈ നാരങ്ങ നമ്മൾ അതും കൂടി ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് അത്യാവശ്യം ഒന്ന് അതൊന്ന് പിടിക്കുന്ന വരെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അതിന് നല്ല തിളയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ വെളുത്തുള്ളി, നമ്മുടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾ പൊടിയും, ഇതിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ അത് പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറിയ തീയിലായിരിക്കണേ, അടുക്കി പിടിക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 സ്പൂണ് ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരു 2 സ്പൂണ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അടിപൊളി നല്ല കിടുക്കൻ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ല തണുത്ത് വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടൊന്ന് കുറുകിയൊക്കെ കിട്ടും. നമ്മൾ ഇലയിൽ വച്ച സ്ഥലത്തിരിക്കും, ഒഴുകി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.